പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ആരാധനയ്ക്ക് ശേഷം കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. 119 സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് ആനന്ദമേകുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കുന്നത് എനിക്ക് ആനന്ദമേകുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ വചനം മുറിച്ച് പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ഇന്ന് ഈശോ നമുക്കായിട്ട് വചനം പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാജി തുമ്പേച്ചറി അച്ഛനാണ്. ഷാലോം ടി വിയിലൂടെ നമുക്ക് സുപരിചിതനാണ് അദ്ദേഹം. മുൻപുള്ള നൈറ്റ് വിജിൽ ശുശ്രൂഷകളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് നമുക്കറിയാം. പ്രശസ്ത വചന പ്രഘോഷകനും ഗാനരചയിതാവുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈര ലൂർദുമാത പള്ളിയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് അച്ഛനെ സ്നേഹത്തോടെ, വലിയ സ്നേഹത്തോടു കൂടി നമുക്ക് സ്റ്റേജിലേക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാത്സല്യമുള്ള വിശുദ്ധരായ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനമേ, ഈ രാത്രി വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവം നമുക്കിടയാക്കി. ദൈവത്തിൻ്റെ ആനന്ദ സ്നേഹത്തിന് നന്ദി പറയാം. ഞാൻ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഈ ക്യാമറകൾ ചലിപ്പിക്കുകയും ഇതിനുവേണ്ടി സാങ്കേതിക നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരോടും ചേർന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രത്യേകമായി, വളരെ പ്രത്യേകമായി സകല വിശുദ്ധരുടെയും, പ്രത്യേകിച്ച് പാദ്രിപ്പികയുടെയും മദർ തെരേസായുടെയും ജോൺ ബോൾ രണ്ടാമൻ്റെയും അൽഫോൻസാമ്മയുടെയും ചാവറക്കുറിയാക്കോസ് ഏലിയാസ് അച്ഛൻ്റെയും ഇന്ത്യയുടെ വാഴ്ത്തപ്പെട്ടവരുടെയും വലിയൊരു സാന്നിധ്യവും സമാധാനവും സഹായവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നമുക്കൊരുമിച്ച് നൽകിയിരിക്കുന്ന രാജകീയ പൗരോഹിത്യത്തിൻ്റെയും അവിടുന്ന് കനിഞ്ഞെനിക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷാ പൗരോഹിത്യത്തിൻ്റെയും അധികാരമുള്ള നാമത്തിൽ ഈ പ്രപഞ്ചം മുഴുവനോടും, സകല സസ്യങ്ങളോടും ജന്തുക്കളോടും ജീവജാലങ്ങളോടും ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ എന്നെങ്കിലും എൻ്റെ ചെറിയ പ്രാർത്ഥനകളാൽ രക്ഷ പ്രാപിക്കാൻ ഇടവരുകയോ ചെയ്ത സകല സ്വർഗവാസികളുടെയും സകല മോക്ഷവാസികളുടെയും കരുത്തുറ്റ ഒരു ബലവും സംരക്ഷണവും ഇപ്പോൾ ഞാൻ യാചിക്കുന്നു. സകല തേജഗോളങ്ങളോടും സകല നക്ഷത്രങ്ങളോടും സൗരയൂഥങ്ങൾക്കപ്പുറമുള്ള പ്രകാശ സഞ്ചയങ്ങളോടും ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി വാദിക്കുവാൻ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദൂരങ്ങളെയും സ്വദേശങ്ങളെയും അഗാധങ്ങളെയും ഉന്നതങ്ങളെയും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംഗമിപ്പിച്ച് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ എന്തെന്നാൽ നീ വധിക്കപ്പെടുകയും നിന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ നമ്മുടെ ദൈവത്തിന് വേണ്ടി നീ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് നീ അങ്ങനെ അവരെ എല്ലാവരെയും ഒരു പുരോഹിത ഗണവും രാജ്യവുമാക്കി മാറ്റി. അതുകൊണ്ട് ഈ രാത്രിയിൽ ദൂരത്തുള്ളവരെയും അടുത്തുള്ളവരെയും കൂടെയിരിക്കുന്നവരെയും ചാരിയിരിക്കുന്നവരെയും ഒരുക്കി പ്രാർത്ഥിക്കുന്നവരെയും നൊന്ത് നീറുന്നവരെയും കിടക്കയിൽ കിടക്കുന്നവരെയും അങ്ങേയറ്റം തകർന്നവരെയും ജീവിതം മുഴുവൻ അടഞ്ഞു പോയവരെയും ഒരുമിച്ച് ഈ രാത്രിയിൽ നമ്മുടെ കർത്താവിൻ്റെ തീനാളങ്ങൾ പോലെ കണ്ണുള്ളവൻ്റെ നാമത്തിൽ, ആലേഖനം ചെയ്യപ്പെട്ട രഹസ്യനാമമുള്ളവൻ്റെ നാമത്തിൽ, വെളിപാട് 19:12-13 അവൻ്റെ കണ്ണുകൾ തീനാളങ്ങൾ പോലെയാണ്. അവന് എഴുതപ്പെട്ട ഒരു രഹസ്യനാമമുണ്ട്, അത് അവനല്ലാതെ മറ്റ് ആർക്കും അറിയില്ല. അവൻ രക്തത്തിൽ മുക്കിയ ചമന്ന മേലങ്കി അണിഞ്ഞിരിക്കുന്നു. ആ സത്യ രാജാവിൻ്റെ നാമത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടതും ഇന്ന് വരെ ഭൂമിയിൽ ആർക്കും വെളിപ്പെടുത്തപ്പെടാത്തതുമായ ആ രഹസ്യനാമത്തിൽ ഈ രാത്രിയിൽ നമ്മുടെ മേലെ തേജസ്സും പ്രകാശവും മുത്തുകടലിൻ്റെ ഒഴുക്കുമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയെ മുഴുവൻ സമർപ്പിച്ച് ഇപ്പോൾ ഈ 2-2.5 മണിക്കൂറായി നാം അർപ്പിക്കുന്ന ജപമാലയുടെയും സാക്ഷ്യത്തിൻ്റെ കൃപയുടെയും ദൈവസ്തുതിയുടെ പ്രളയത്തിൻ്റെയും ഒക്കെ ശൃംഖലയോട് ചേർത്ത് വിശുദ്ധ ജനപദമേ, ദൂരത്തോ സമീപത്തോ നിങ്ങളായിക്കൊള്ളട്ടെ,
കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഓർത്ത് ഒറ്റ നിമിഷം ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും തേജസ്സുള്ള രാജ്യങ്ങളുടെ സ്വരൂപത്തിന് വേണ്ടിയും ഞങ്ങളുടെ കർത്താവേ ദൈവരാജ്യത്തിൻ്റെ ഏകീകരണത്തിന് വേണ്ടിയും മാനുഷിക സംവിധാനങ്ങൾ തകർന്നു സഭ അതിൻ്റെ സത്യ തേജസ് പ്രാപിക്കുന്നതിന് വേണ്ടി രാത്രിയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ രാജകീയ പുരോഹിത ജനമേ, നാം ഒന്നിച്ചുകൂടിയ മുൻപൊരു രാത്രിയിൽ ദൈവം തൻ്റെ അനന്ത കരുണയാലും സ്നേഹത്താലും ഹബക്കുക്കിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിലൂടെ ചെയ്ത സകല വിടുതലുകളെയും സകല കൃപകളെയും ആഗോള നന്മകളെയും പ്രതി നിസാരപ്പെട്ടവരായി നമുക്ക് അവൻ്റെ ആലേഖനം ചെയ്യപ്പെട്ട രഹസ്യനാമത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വിധത്തിൽ ചില പ്രവൃത്തികൾ നമ്മുടെ പുരോഹിത ജനത്തിൻ്റെ ഇടയ്ക്ക്, നമ്മുടെ രാജകീയ പുരോഹിതരുടെ ഇടയ്ക്ക്, സന്യസ്തരുടെ ഇടയ്ക്ക്, പുരോഹിതരുടെയും സമർപ്പിതരുടെയും മെത്രാൻ സംഘത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ഇടയ്ക്ക് ഈ കാലയളവുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹനാമത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബ് 40:19 കഴിഞ്ഞ കുറേ നാളുകളിൽ ആഗോള മലയാള സഭയ്ക്കും ലോക സഭകൾക്കും ദൈവം ചൊരിഞ്ഞ ആത്മബലത്തെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് നിന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ വചനം യോബ് 40:19 കുളിർമഴയായും കൃപയായും നന്മയായും ഊന്നുവടിയായും തേജസ്സായും സൗഖ്യമായും സ്വീകരിച്ച എല്ലാവരെയും പ്രതി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ രാത്രി പ്രത്യേകമായി ലോകം മുഴുവനുമുള്ള ഭാഷ പോലും അറിയാത്ത അനേകർക്ക്, ക്രിസ്തുവിൻ്റെ നാമം കേൾക്കാത്തവർക്ക് പോലും ആത്മാവിൽ ഒരു വലിയ ചലനം കിട്ടുവാൻ നമ്മുടെ കുറവുകളെയൊക്കെ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് അത്യുന്നത പുരോഹിതനായ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനത്തിൽ എപ്പോഴും വായിച്ചിട്ടുള്ളൊരു വാക്യം 1-ാം അധ്യായം 1-ാം വാക്യം, പൂർവകാലങ്ങളിൽ നമ്മുടെ ദൈവം പ്രവാചകന്മാരിലൂടെ പല ഘട്ടങ്ങളിലും പല രീതികളിലും സംസാരിച്ചു. എന്നാൽ ഈ അന്ത്യനാളുകളിൽ, ഈ അവസാന നാളുകളിൽ, ഈ 2-ാം വരവിൻ്റെ യാമങ്ങളിൽ അവൻ്റെ വരവ് അടുത്തു എന്ന് സയൻസ് പോലും ശാസ്ത്രം പോലും പ്രഘോഷിക്കുമ്പോൾ അന്തരാത്മാവിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുണർന്ന് ജ്വലിക്കേണ്ട സമർപ്പിതരുടെയും പുരോഹിതരുടെയും രാജകീയ പുരോഹിതരുടെയും ഈ അവസാന നാളുകളിൽ, ഈ അന്ത്യനാളുകളിൽ അവിടുന്ന് തൻ്റെ പുത്രൻ മുഖേന നേരിട്ട് എന്നോടും നിങ്ങളോടും സംസാരിച്ചു. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. പണ്ടവൻ പല രീതിയിലും മറഞ്ഞും തെളിഞ്ഞും മേഘത്തിലൂടെയും മറവിലൂടെയും പ്രകാശത്തിലൂടെയും ഇരുളിലൂടെയും ഭൂകമ്പത്തിലൂടെയും പ്രളയജലത്തിലൂടെയും കയ്പിലൂടെയും മധുരത്തിലൂടെയും മന്നയിലൂടെയും കാടപ്പക്ഷിയിലൂടെയും കരനീട്ടിയെങ്കിൽ ഈ അവസാന കാലങ്ങളിൽ മാറാനാഥ കർത്താവേ വേഗം വരണമേ എന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ സഭ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ അവസാന കാലങ്ങളിൽ തൻ്റെ പുത്രനിലൂടെ നേരിട്ട്, എമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നേരിട്ട് തൊടുന്നവൻ, കൂടെ വസിക്കുന്നവൻ, കെട്ടിപ്പിടിക്കുന്നവൻ, ഉമ്മ നൽകുന്ന ഒരു ദൈവം എമ്മാനുവേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ നേരിട്ട് കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയും ലാളിക്കുകയും നേരിട്ട്, വസ്തുവിലൂടെയല്ല, വ്യക്തിയിലൂടെയല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണാൻ ഈ രാത്രി ദൈവം നമുക്ക് ഇടവരുത്തും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നമുക്ക് പറയാം, നമുക്ക് വ്യക്തിയിലൂടെ വേണ്ട, വസ്തുവിലൂടെ വേണ്ട, നേരിട്ടൊരു പ്രവൃത്തി തൻ്റെ ജനത്തിന് മുമ്പിൽ, സഭയുടെ മുമ്പിൽ സ്വർഗം നൂലിൽ കെട്ടിയതുപോലെ ഇറക്കുമെന്ന് പറയുമ്പം അതൊരു മണ്ടത്തരമല്ല, അതൊരു ഭോഷത്തരമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നേരിട്ടാണ്. വൈദ്യൻ സുഖപ്പെടുത്തുമ്പോഴും, വാക്ക് സുഖപ്പെടുത്തുമ്പോഴും, സാഹചര്യങ്ങൾ സുഖപ്പെടുത്തുമ്പോഴും, പ്രിയപ്പെട്ടവരെ വചന ശുശ്രൂഷകന്റെ കരം വഴി സുഖപ്പെടുമ്പോഴുമെല്ലാം നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ബാക്കിയെല്ലാം ഉപകരണങ്ങൾ മാത്രം. ദൈവജനം 2 കരം ഉയർത്തി അവകാശപ്പെടട്ടെ. ഹല്ലേലൂയ. നമുക്കൊന്ന് അവകാശപ്പെടാൻ കരമുയർത്തി, എൻ്റെ ദൈവമേ, വസ്തുവിലൂടെയല്ല, വ്യക്തിയിലൂടെയല്ല, നേരിട്ടൊരു പ്രവൃത്തി ഞാൻ കാണട്ടെ. 2 കരങ്ങൾ ഉയർത്തി നമുക്കത് അവകാശപ്പെടാം. എൻ്റെ കർത്താവേ, എനിക്ക്, ഈ ശുശ്രൂഷകർക്ക്, ടെക്നീഷ്യൻസിന്, വൻകരകൾക്ക്, രാജ്യങ്ങൾക്ക്, അധിപതികൾക്ക് ദൈവത്തിൻ്റെ നേരിട്ടൊരു പ്രവൃത്തി കാണാൻ ഇടവരണം. ഹല്ലേലൂയ,
രണ്ട് കരം പറഞ്ഞ് അവകാശപ്പെടാം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് വ്യക്തിയിലൂടെയല്ല, വസ്തുവിലൂടെയല്ല, നേരിട്ടൊരു പ്രവൃത്തി ഞങ്ങൾ കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കാറ്റിലൂടെയല്ല, കോളിലൂടെയല്ല, വഞ്ചിയിലൂടെയല്ല, വാക്കിലൂടെയല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണുവാൻ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവജനം മുഴുവനും ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തപ്പോൾ കർത്താവ് വാക്കിലൂടെയും വചനത്തിലൂടെയും അവൻ്റെ കൈ നേരിട്ട് നമ്മുടെ നെറുകയിൽ വെച്ചു. അനേകരുടെ നെറുകയിൽ അവൻ്റെ കൈ റുഷ്മ ചെയ്തു. ഇന്നും യേശുമിശിഹായുടെ നാമത്തിൽ, നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് ഉറപ്പാണ്, ഈ ശുശ്രൂഷയുടെ സമയത്ത് അനേകം മങ്ങിപ്പോയ പുരോഹിതർ, ഈ ശുശ്രൂഷ കൂടുന്നവരും കൂടാത്തവരും പുതിയ തീക്കട്ട പോലെ ജ്വലിച്ചുയരും. ഈ ശുശ്രൂഷ കൂടുന്നവരും കൂടാത്തവരും നമ്മുടെ ആത്മീയ ഐക്യത്തെ പ്രതിയും ഈ ആരാധനയെ പ്രതിയും അനേകം സമർപ്പിതരെ കർത്താവ് കേരളത്തിൽ നിന്ന് വീണ്ടും തീപ്പന്തം പോലെ ഈ ശുശ്രൂഷ വഴി ഉയർത്തും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ പാടിയതുപോലെ ഈ ശുശ്രൂഷയുടെ ആരാധന കൃപയെ പ്രതി അനേകം ചെറുപ്പക്കാരെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് തീപ്പന്തങ്ങളായി ഉയർത്തും. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് വ്യക്തിയിലൂടെയല്ല, വസ്തുവിലൂടെയല്ല, നേരിട്ടൊരു പ്രവൃത്തി. കരങ്ങൾ നെഞ്ചിൽ വെച്ചിട്ട് അത് അവകാശപ്പെടാം. കർത്താവെ, പൂർവ്വകാലങ്ങളിൽ നീ പല രീതിയിലും നിനക്കിഷ്ടമുള്ള വഴികളിലൂടെ സംസാരിച്ചു. ഈ അന്ത്യകാലങ്ങളിൽ, ഈ അവസാന കാലങ്ങളിൽ നിന്റെ വരവ് പാർത്തിരിക്കുന്ന സഭയുടെ മാറാനാത്ത പ്രാർത്ഥനയുടെ കാലങ്ങളിൽ നിന്റെ പുരോഹിതരും സമർപ്പിതരും ജനവും ചേർന്ന് അവകാശപ്പെടുന്നു. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ശുശ്രൂഷ ദൈവത്തിന് കൊടുക്കാം. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തോട് അവകാശം പറയാം. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. കരങ്ങൾ അടിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം. കർത്താവേ, വ്യക്തിയിലൂടെയല്ല, വസ്തുവിലൂടെയല്ല, സാങ്കേതിക മികവിലൂടെയല്ല, പ്രകാശവിസ്മയങ്ങളിലൂടെയല്ല, ശബ്ദവിന്യാസങ്ങളിലൂടെയല്ല, നേരിട്ടൊരു പ്രവൃത്തി എനിക്ക് കാണണം. നിന്റെ മേഘം എൻ്റെ തലയ്ക്ക് മുകളിൽ ഈ രാത്രി ഇന്ന് വന്ന് അഗ്നിസ്തംഭമായി നിൽക്കണം. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമുക്ക് പാടാം. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ. എല്ലാവരും ചേരട്ടെ. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ. കരങ്ങൾ ശക്തമായി അടിച്ച് ലോകത്തിന് വേണ്ടി, കരങ്ങളില്ലാത്തവർക്ക് വേണ്ടി, ഉടന്തുള്ളവർക്ക് വേണ്ടി, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അതുകൊണ്ടാണ് നാം ഇരട്ടി ശബ്ദത്തിൽ ആരാധിക്കുന്നത്. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ ഞാൻ. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ. ഒരുമിച്ച് പാടാം. വ്യക്തിയിലൂടല്ല, വസ്തുവിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ. പാടാം. വ്യക്തിയിലൂടല്ല, വ്യക്തിയിലൂടല്ല, നേരിട്ടൊരു പ്രവൃത്തി കാണട്ടെ. വിശുദ്ധ സഹോദരങ്ങളെ, ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ പുറത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ശുശ്രൂഷയുടെ തുടക്കം മുഴുവൻ മുതൽ പാട്ടുകളിലും വചനത്തിലും ശുശ്രൂഷകളിലും സാക്ഷ്യങ്ങളിലും എല്ലാം
ഒരു വാക്ക് കൂടുതൽ ഇന്ന് തിളങ്ങി നിന്നു. ആരാധന, 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 ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നപ്പം കർത്താവിന്റെ ആത്മാവ് എളിയവനായ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നിന്റെ ജനത്തോട്, എൻ്റെ പുരോഹിത ജനത്തോട്, എൻ്റെ രാജകീയ പുരോഹിതരോട് മുഴുവൻ പറയുക, എല്ലാവരും വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്, മുദ്രവയ്ക്കപ്പെട്ടിരിക്കുന്നത് പരമോന്നത പ്രവൃത്തിക്കാണ്. The ultimate human action is to adore God. Hallelujah. Hallelujah. The most sublime action that a man can perform is to adore God. മനുഷ്യന് നിർവഹിക്കാവുന്ന ഏറ്റവും ആഘോഷ നിർഭരമായ പ്രവൃത്തി, മനുഷ്യൻ ഈ ഭൂമിയിൽ നിർവഹിക്കാവുന്ന ഏറ്റവും ശക്തിയുള്ള പ്രവൃത്തി ദൈവാരാധനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേരട്ടെ ഹല്ലേലൂയ. എന്റെ വിശുദ്ധ സഹോദരങ്ങളെ, രാജകീയ പുരോഹിതരെ, മിശിഹായുടെ രക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ട, മുദ്ര വെക്കപ്പെട്ട ജനമേ, അതുകൊണ്ടാണ് നമ്മുടെ കന്യക മറിയം അടപടലെ ദൈവസന്നിധിയിൽ വീണിട്ട്, മുട്ടുകൂത്തി വീണിട്ട്, ദാസിയാണേ, ദാസിയാണേ, അടിയാട്ടിയാണേ, അടിയാട്ടിയാണേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് ദൈവപാദത്തിങ്കൽ വീണിട്ട് അവൾ എണീൽക്കുമ്പം ആദ്യം പറയുന്നത്, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ വന്ന് വിശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ സൺഡേ ശാലോമിന്റെ പുതിയ ലക്കങ്ങളിൽ ആ കാനത്തച്ഛൻ എഴുതിയിരിക്കുന്നു, അതേ കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ആരാധന. മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കുക എന്ന പ്രവൃത്തിയാണ് ആരാധന. ഹല്ലേലൂയ. അങ്ങനെ നോക്കുമ്പം പരിശുദ്ധ കന്യക മറിയം ജീവിതത്തിൽ ആദ്യം ചെയ്ത പബ്ലിക് മിനിസ്ട്രി, ആദ്യത്തെ പൊതുപ്രവൃത്തി ദൈവാരാധനയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേരട്ടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്തു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ അടപടലെ വീണ് കുതിർന്ന് നനഞ്ഞ് കണ്ണുനീരോടെ അടിയാട്ടി, അടിയാട്ടി, അടിയും തല്ലും കിട്ടേണ്ടവൾ, അടിയും തല്ലും കിട്ടേണ്ടവൾ എന്ന് പറഞ്ഞവൾ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ ഭയപ്പെട്ട അവൾക്ക്, ദൈവത്തെ ആരാധിച്ച അവൾക്ക് മനുഷ്യൻ വച്ചു നീട്ടിയ സങ്കട കുരിശിന്റെ മുമ്പിൽ, മനുഷ്യൻ ചമഞ്ഞെടുത്ത, മനുഷ്യൻ മെനഞ്ഞെടുത്ത സങ്കട കുരിശിന്റെ മുമ്പിൽ യോഹന്നാൻ പറയും, ലൂക്കായിൽ അടപടല വീഴുന്ന മറിയം, ലൂക്കായിൽ അടപടല വീണ് ആരാധിക്കുന്ന മറിയം മനുഷ്യൻ വച്ചു നീട്ടിയ കാൽവരിയിലെ മഹാസങ്കട കുരിശിന്റെ മുമ്പിൽ നിന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. And she stood. കുരിശിന്റെ ചുവട്ടിൽ മറിയം നിന്നു. മനുഷ്യൻ വച്ചു നീട്ടുന്ന കെണികളുടെ, കുരുക്കിന്റെ, സങ്കടങ്ങളുടെ, ഭാരങ്ങളുടെ, നിന്ദനങ്ങളുടെ മുമ്പിൽ ഒരു ചാട്ടുളി പോലെ നിൽക്കാനുള്ള കൽപ്പ് ആരാധകന് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര, ജീവിതം തന്നെ ആരാധിക്കാനുള്ളതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതുകൊണ്ടാണ് പഠിപ്പിച്ചത്, മനുഷ്യന്റെ പരമപ്രവൃത്തി, സഭയ്ക്ക് നിർവഹിക്കാവുന്ന പരമപ്രവൃത്തി ദൈവാരാധനയാണ്. ഇതിനേക്കാൾ വലിയൊരു പ്രവൃത്തി ചെയ്യാനില്ല. മനുഷ്യൻ ഇതിനേക്കാൾ വലിയൊരു പ്രവൃത്തി ചെയ്യാനില്ല. ഈ രാത്രിയിൽ ക്ഷീണവും രോഗവും ഭാരവും മറന്നിരിക്കുന്ന എൻ്റെ പ്രിയ ജനമേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആർക്കാ ആരാധിക്കാൻ പറ്റുന്നത്? തിരികത്തിക്കുന്നവനാണോ? പൂക്കൾ വിതറുന്നവനാണോ? കുപ്പായം അണിയുന്നവനാണോ? പുരോഹിതനാണോ? ധൂപം കത്തിക്കുന്നവനാണോ? ആർക്കാണ് ആരാധിക്കാൻ സത്യത്തിൽ കഴിയുന്നത്? ആർക്കാണ് ആരാധിക്കാൻ കഴിയുന്നത്? ആർക്കാണ് സത്യത്തിൽ ദൈവമഹത്വത്തെ ആരാധിക്കാൻ കഴിയുന്നത്? ദൈവമഹത്തെ ആരാധിക്കാൻ കഴിയുന്നത് ആർക്കാണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. മകനെ, എൻ്റെ പുരോഹിതദാസ, ആരാണ് ധനം? ആരാ ധനം? ആരാ നിന്റെ ധനം എന്ന ചോദ്യത്തിന് ആത്മാവിന് നീയാണ് ധനമെന്ന് പറയുന്നവന്റെ സമർപ്പണമാണ് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്നോട് സ്വർഗത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിമന്ത്രണങ്ങൾ വഴി ചോദിക്കും, ആരാ ജോസഫേ നിന്റെ ധനം? ആരാ ത്രേസ്യ നിന്റെ ധനം? ആരാ പ്രിയ സന്യാസിനി പുരോഹിത നിന്റെ ധനം? ആരാ എൻ്റെ അഭിമന്യ മെത്രാനെ നിന്റെ ധനം? ആരാ നിന്റെ ധനം? ആരാ നിന്റെ ധനം? ആരാ നിന്റെ ധനമെന്ന ചോദ്യത്തിന് സത്ത കൊണ്ട്, എൻ്റെ ദൈവമേ, നീയാണെൻ്റെ ധനം, നീയാണെൻ്റെ ധനമെന്ന് പറഞ്ഞ് ജീവിതം വിട്ടെറിയുന്ന പരമപ്രവൃത്തിയാണ് ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഈ രാത്രിയിൽ വെറുതെ ചുണ്ടുകൊണ്ടല്ല, വാക്കുകൊണ്ടല്ല, മൂക്കുകൊണ്ടല്ല, കൈകൊണ്ടല്ല, കൈകൊട്ടിയല്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ ഭൂപടത്തെ, ഈ
പ്രപഞ്ചത്തെ ദൈവം ക്ഷണിക്കുന്നു. ഈ രാത്രിയിൽ ഈ ഇരുളിനെ കീറിമുറിക്കുന്ന ദൈവാത്മാവിൻ്റെ ചോദ്യം ഈ രാത്രി നീ കേൾക്കണം. ആരാണ് നിന്റെ ധനം? നിന്റെ ധനം ആരാണെന്ന ചോദ്യത്തിന് നീയാണ് കർത്താവേ, നീയാണ് കർത്താവേ എൻ്റെ ധനം എന്ന് പറയുന്നവൻ്റെ സമർപ്പണമാണ് ആരാധന. ഹല്ലേലൂയ. അവന് മറ്റൊരു ഭയമില്ല, അവന് മറ്റൊരു ഭയമില്ല. അവൻ അഭയം കർത്താവാണ്. ദൈവം അഭയമായവൻ, ദൈവമാനന്ദമായവൻ ദൈവത്തെ ആരാധിക്കുന്നു. അവന് മനുഷ്യനെ ഭയമില്ല. സങ്കീർത്തനം 56:10-11. സങ്കീർത്തനം 56:10-11. ഓ എൻ്റെ ദൈവമേ, ഇത്രയും കാലം ഏത് ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ പ്രകീർത്തിച്ചുവോ ആ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആരാധിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? വാത്സല്യമുള്ള സഹോദരങ്ങളെ, ദൈവത്തെ ഭയപ്പെടാത്തതും മനുഷ്യനെ ഭയപ്പെടുന്നതുമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തെ ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന്. ദൈവത്തെ ഭയപ്പെടാൻ സാധിക്കാത്തതും ഞാഞ്ഞൂല് പോലെയുള്ള മനുഷ്യനെ ഭയപ്പെട്ടും എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. മനുഷ്യനെ ഭയപ്പെടുക, മനുഷ്യൻ്റെ കാലേ വീഴുക, മനുഷ്യനെ കാണുമ്പോൾ വിറയ്ക്കുക, മനുഷ്യനെ ഭയപ്പെടുക, അവൻ്റെ പീഡനങ്ങളോർത്ത് വിറയ്ക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ അനേകരും അങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു മഹാക്കണിയാണ്. മനുഷ്യനെ ഭയപ്പെട്ടും പേടിച്ചും കാലുനക്കിയും കാലേ വീണും ഒരു ജന്മത്തിൽ നല്ലൊരു ഭാഗം നഷ്ടപ്പെടുത്തിയവർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനേകം ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്. സ്നേഹിത, മനുഷ്യനെ ഭയപ്പെടാതിരിക്കുക, ദൈവത്തെ ഭയപ്പെടുക. അതാണ് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 62 പറയുന്നു, കുഞ്ഞേ, മകനെ, മകനെ, മകളെ, നീ ഭയപ്പെടുന്ന മനുഷ്യരെയെല്ലാം ചുരുട്ടിക്കൂട്ടി തൂക്കിക്കെട്ടി കെട്ടിപ്പൂട്ടി ത്രാസിൽ വെച്ചാൽ ഒരു ശ്വാസത്തെക്കാൾ ഭാരം കുറവാണ് ഈ മനുഷ്യന്. ഒരു ശ്വാസത്തെക്കാൾ ഭാരം കുറവാണ് ഈ മനുഷ്യന്. ഈ മനുഷ്യനെ നീ ഭയപ്പെടരുത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. പകരം നീ ദൈവത്തെ ഭയപ്പെടണം. മലാക്കി 4:2 തന്നെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ നെറുകയിലുദിക്കും. ചാന്തുപൊട്ട് പോലെ, തങ്കഭസ്മക്കുറി പോലെ, ചാന്തുപൊട്ട് പോലെ, തങ്കഭസ്മക്കുറി പോലെ, ഒരു തിലകം പോലെ, ഒരു സ്വർണ്ണ ചാന്ത് പോലെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നെറുകയിൽ, എൻ്റെ നെറുകയിൽ അവിടുത്തെ ഭയപ്പെടുന്നു എന്ന കാരണത്താൽ, അവിടുന്നാണ് ആ ഭയം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭയപ്പെടുന്നു എന്ന കാരണത്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മളോട് ഒരു ബന്ധവുമില്ലാത്തവർക്കും ഈ രാത്രിയിൽ നീതിസൂര്യൻ്റെ മുത്തം കിട്ടും. ഹല്ലേലൂയ. ഈ നീതിസൂര്യൻ നെറുകയിൽ ഉമ്മ വയ്ക്കും. ഹല്ലേലൂയ. മലാക്കി 4:3 പറയുന്നു, അതിനാൽ പശുത്തൊഴുത്തിൽ നിന്നും പുൽമേട്ടിലേക്ക് ചാടിത്തുള്ളി വരുന്ന, പശുത്തൊഴുത്തിൽ നിന്നും പുൽമേട്ടിലേക്ക് ചാടിത്തുള്ളി വരുന്ന ഒരു പശുക്കുട്ടിയുടെ ആനന്ദം നിനക്ക് ദൈവം വീണ്ടും തരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, പശുക്കുട്ടി പ്രസവത്തിന് ശേഷം, തള്ള പ്രസവിച്ചതിന് ശേഷം ആദ്യമായി ചാടി ഓടി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കാണേണ്ട ഒരു യാത്രയാണ്. എണീറ്റ് ചവിട്ടിക്കുത്തി അതിൻ്റെ രോമവും വാലും ഒക്കെ പറഞ്ഞു പോകും തോന്നുന്ന രീതിയിൽ ഒരു ചവിട്ടിക്കുത്തി മറിഞ്ഞു കുത്തി നൃത്തമാടി ഒരു ഒറ്റ വരവ, ഒരു ക്രമവുമില്ലാതൊരു ആനന്ദ നടനം. അങ്ങനെ ജീവിതത്തിൽ സന്തോഷിക്കാൻ നിനക്കിടവരുത്തും. വലതുകരം ഉയർത്തിപ്പിടിക്കാം. തന്നെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യനുദിക്കും. അവര് പൈക്കിടാവിനെ പോലെ സന്തോഷിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചിൽ വയ്ക്കാം. പൈക്കിടാവ് പോലെ, ഒരു പാൽനിലാവ് പോലെ ഉള്ളം തുള്ളിപ്പാടുന്നല്ലോ, എൻ്റെ ദുഃഖം ദൂരെ പോകുന്നല്ലോ. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരൻ, എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും അല്പസമയത്തിന് ശേഷം തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന ആരാച്ചാരുടെ മുമ്പിൽ നിൽക്കുന്ന പടുകുറ്റവാളിയാണ് നീയെങ്കിലും ഇപ്പോൾ നീ ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ തൂക്കുമരവിത താന്നിറങ്ങി വരികയാണെങ്കിലും എൻ്റെ കുഞ്ഞെ, നീ ദൈവത്തെ ഭയപ്പെടുന്ന പക്ഷം നിന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ ഒരു നീതി സൂര്യൻ ഉദിക്കും. ഞാനത്
എൻ്റെ ജീവിതത്തിൽ കുറച്ചേറെ കണ്ടതാണ്. എല്ലാ വഴിയും അടഞ്ഞെടുത്ത് പൈക്കിടാവിനെ പോലെ, പശുക്കുട്ടിയുടെ ആദ്യ നൃത്തം പോലെ തുള്ളിച്ചാടാനുള്ള ഒരു കൃപ. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ നമുക്ക് നെഞ്ചിൽ വെക്കാം. വിരലുകളിലൂടെ മീറത്തുള്ളികൾ ഇറ്റ് വീഴുന്നത് പോലെ കർത്താവിൻ്റെ അഭിഷേകം നിന്റെ ഹൃദയത്തെയും ശരീരത്തെയും കുളിർപ്പിക്കട്ടെ. പൈക്കിടാവ് പോലെ, പാൽനിലാവ് പോലെ ഉള്ളം തുള്ളിപ്പാടുന്നല്ലോ, ദുഃഖം ദൂരെ പോകുന്നല്ലോ. മിന്നാമിന്നിപ്പോലെ കണ്ണിൻ മുമ്പിൽ ഇന്ന് നീതി സൂര്യൻ മിന്നിടുന്നല്ലോ, നീതി സൂര്യൻ മിന്നിടുന്നല്ലോ. മിന്നാമിന്നിപ്പോലെ കണ്ണിൻ മുമ്പിൽ ഇന്ന് നീതി സൂര്യൻ മിന്നിടുന്നല്ലോ, നീതി സൂര്യൻ മിന്നിടുന്നല്ലോ. അറിയാവുന്നതുപോലെ കരങ്ങൾ അടിച്ചു പാടാം. ദേശങ്ങൾ സന്തോഷിക്കട്ടെ. ഒരു പശുക്കുട്ടി ചങ്കിൽ നിന്ന് പുറത്തേക്ക് ചാടട്ടെ, ഒരു പശുക്കുട്ടി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടട്ടെ. നിഷ്കളങ്കനായ ഓമനത്വമുള്ള ഒരു പൈക്കിടാവ് ബന്ധിക്കപ്പെട്ട അനേകം ശരീരങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചാടട്ടെ. ഇവിടെ ഒരു കൃപയുടെ പുൽമേടായി മാറട്ടെ. പ്രപഞ്ചം ആനന്ദിക്കട്ടെ. കാട്ടരുവികൾ കൈകൊട്ടട്ടെ, മാമലകൾ പാട്ടുപാടട്ടെ, നക്ഷത്രങ്ങൾ കൂടെ സഞ്ചരിക്കട്ടെ. ദൈവജനം മുഴുവൻ കരങ്ങളടിച്ച് ആരാധിക്കട്ടെ. പൈക്കിടാവ് പോലെ, പൈക്കിടാവ് പോലെ, പാൽനിലാവ് പോലെ ഉള്ളം തുള്ളിപ്പാടുന്നല്ലോ, ദുഃഖം ദൂരെ പോകുന്നല്ലോ. അവകാശപ്പെട്ടുകൊണ്ട് പാടാം. പൈക്കിടാവ് പോലെ, പാൽനിലാവ് പോലെ ഉള്ളം തുള്ളിപ്പാടുന്നല്ലോ, ദുഃഖം ദൂരെ പോകും. ഒരിക്കൽ കൂടി എല്ലാവരും പാടട്ടെ. പൈക്കിടാവ് പോലെ, പാൽനിലാവ് പോലെ ഉള്ളം തുള്ളിപ്പാടുന്നല്ലോ, ദുഃഖം ദൂരെ പോകുന്നല്ലോ. മിന്നാമിന്നിപ്പോലെ കണ്ണിൻ മുമ്പിൽ ഇന്ന് നീതി സൂര്യൻ മിന്നിടുന്നല്ലോ, ആഹാ നീതി സൂര്യൻ മിന്നിടുന്നല്ലോ. നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. ഒരു ചാന്തുപെട്ട് പോലെ, ഒരു തങ്ക ഭസ്മക്കുറി പോലെ ഇപ്പൊ സ്വർഗം ഒരു സ്വർണ്ണ തരി കൊണ്ടൊരു റൂഷ്മ നെറുകയിൽ വെക്കട്ടെ. ഒരു തരിതരിപ്പ്, കൃപയുടെ ഒരു തരിതരിപ്പ്, ഒരു സ്വർണ്ണ തരി കൊണ്ടുള്ള ഒരു കുരിശുവര നെഞ്ചിലും ചങ്കിലും ഏൽക്കാൻ ഭാഗ്യം കിട്ടട്ടെ. നമുക്ക് നൃത്തമാടി സന്തോഷിച്ച് ശക്തമായ കരങ്ങളടിച്ച് പാടാം. പൈക്കിടാവ് പോലെ, പാൽനിലാവ് പോലെ ദൈവത്തെ ഭയപ്പെടുന്നവൻ സന്തോഷിക്കും. അവൻ കിടക്ക വിട്ട് ചാടിത്തുള്ളി വരും. അവൻ രോഗം വിട്ട് മതിമറന്ന് ആനന്ദിക്കും. അവൻ പഴയ ശീലങ്ങൾ പൊട്ടിച്ച് അപ്പൂപ്പൻ താടി പോലെ പൊങ്ങിപ്പറക്കും. കരങ്ങളടിച്ച് നിങ്ങളെല്ലാം മറന്ന് ആരാധിക്കട്ടെ. പൈക്കിടാവ് പോലെ, പാൽനിലാവ് പോലെ എല്ലാവരും കരങ്ങളടിച്ച് പാടട്ടെ. ഉള്ളം തുള്ളി പാടുന്നല്ലോ, ദുഃഖം ദൂരെ പോ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടട്ടെ. പൈക്കിടാവ് പോലെ, പാൽനിലാവ് പോലെ ഉള്ളം തുള്ളി പാടുന്നല്ലോ, ദുഃഖം ദൂരെ പോകുന്നല്ലോ. മിന്നാമിന്നി പോലെ, മിന്നാമിന്നി പോലെ കണ്ണിൻ മുമ്പിൽ ഇന്ന് നീതി സൂര്യൻ മിന്നിടുന്നല്ലോ, നീതി സൂര്യൻ മിന്നിടുന്നല്ലോ. മിന്നാമിന്നി പോലെ, മിന്നാമിന്നി പോലെ കണ്ണിൻ മുമ്പിൽ ഇന്ന് നീതി സൂര്യൻ മിന്നിടുന്നല്ലോ, നീതി സൂര്യൻ. അല്പം കൂടെ സന്തോഷിച്ച് പാടാം. പൈക്കിടാവ് പോലെ, പൈക്കിടാവ് പോലെ, പാൽനിലാവ് പോലെ ഉള്ളം തുള്ളി പാടുന്നല്ലോ, ദുഃഖം ദൂരെ പോകുന്നല്ലോ. ഉള്ളം
തുള്ളിപ്പാടുന്നല്ലോ, ഉള്ളം തുള്ളിപ്പാടുന്നല്ലോ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, തിലകക്കുറി പോലെ എന്റെയും ജനത്തിന്റെയും മേലെ, ഭൂഖണ്ഡങ്ങളുടെ മേലെ, രാജ്യത്തിന്റെ മേലെ, ഇന്ത്യയുടെ മേലെ പുതിയ പ്രധാനമന്ത്രിയുടെ നെറുകയിൽ അങ്ങയുടെ നീതി സൂര്യൻ മിന്നട്ടെ, അങ്ങയുടെ പ്രകാശം ഒഴിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ത്യയെ സ്നേഹിക്കുവാൻ, ഭാരതത്തെ സുവിശേഷത്തിന് വേണ്ടി ഒരുക്കുവാൻ, ഭാരതത്തെ കുഞ്ഞാടിന് വേണ്ടി ഒരുക്കുവാൻ പുതിയ പ്രധാനമന്ത്രിയെ മോഡിയായി നീ അലങ്കരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശലകറബുയ പൈക്കിടാവ് പോലെ ഒരു പാൽനിലാവ് പോലെ ഉള്ളം തുള്ളി പാടുന്നല്ലോ, നിന്റെ സൗഖ്യം പെയ്തിറങ്ങുന്നല്ലോ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. വാത്സല്യമുള്ള ദൈവജനമേ നമുക്കിരിക്കാം. വാത്സല്യമുള്ള ദൈവജനമേ നമുക്കിരിക്കാം. ജെറമ്യായുടെ പുസ്തകത്തിൽ ഈ ശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി പറയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കേൾക്കും, അവന്റെ ശക്തിയുടെ വചനം, അവന്റെ ശക്തിയുടെ വചനം എല്ലാറ്റിനെയും താങ്ങി നിർത്തും. പുല്ലിനെയും പുഴുവിനെയും പൂവിനെയും പണ്ഡിതനെയും പാമരനെയും പാപിയെയും നമ്മെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ദൈവത്തിന്റെ ശക്തിയുള്ള വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിലും തളർന്ന് വീഴാറായ മങ്ങിക്കത്തിയ വിളക്കുകളെ കർത്താവ് ജ്വലിപ്പിക്കും. കർത്താവിൻ്റെ പ്രവാചക ഗ്രന്ഥം ജെറമ്യ വായിച്ച ദിവസങ്ങളിൽ ഞാൻ വായിക്കുകയായിരുന്നു. ജെറമ്യ 30-ാം അധ്യായത്തിൽ എത്ര മനോഹരമായിട്ടാ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ജെറമ്യയുടെ പുസ്തകം 30-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ, സുഖപ്പെടുത്താനാവാത്ത വിധം മകനേ മകളെ നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു, നിന്റെ മുറിവ് ഗുരുതരമാണ്, നിന്റെ പ്രശ്നം ഗുരുതരമാണ്, നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, നിന്റെ മുറിവിന് ലോകത്താരും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, നിന്നെ എല്ലാവരും മറന്നിരിക്കുന്നു, നിന്നെ അന്വേഷിക്കുന്ന ആരുമില്ല. ഇങ്ങനെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യ ജീവിതത്തിൽ വന്ന് ഭവിക്കാവുന്ന സകല പ്രശ്നങ്ങളെയും അക്കമിട്ട് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുക, നിന്റെ പ്രശ്നം ഞാൻ പറയാം നിന്റെ പ്രശ്നം. നിനക്ക് മാരകമായ രോഗമുണ്ട്, മുറിവ് ഗുരുതരമാണ്, അതിന് മരുന്നില്ല, നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, നിനക്ക് സൗഖ്യം കിട്ടാൻ പോകുന്നില്ല, നിന്നെ ഓർക്കുന്നവരില്ല, നിന്നെ അന്വേഷിക്കുന്നവരില്ല. ഇങ്ങനെ ഒരു മനുഷ്യ ജീവിത ചരിത്രത്തിൻ്റെ സകലവിധ അപജയങ്ങളും എണ്ണി പറഞ്ഞിട്ട് ജെറമ്യ 30:17 കർത്താവ് പറയുക, എന്നാൽ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകല താളപ്പിഴകളുടെയും തകർച്ചകളുടെയും കണ്ണുനീരിൻ്റെയും പാപചരിത്രത്തിൻ്റെയും മധ്യത്തിൽ തങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യ ജീവിയോട് ദൈവത്തിൻ്റെ പവിത്രാത്മാവ് രാത്രി പറയുക, എന്നാൽ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. ജെറമ്യ 30:17. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിന്റെ തകർച്ചകളില്ലാതാകും. ഹല്ലേലൂയ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തിയ ഒരു സങ്കീർത്തനമുണ്ട്. കഴിഞ്ഞ ഒരു 3.5-4 മാസമായി ജീവിതത്തിന് ഊടും പാവും നെയ്തു തന്ന ഒരു ശുദ്ധமான സുന്ദര ലളിത സങ്കീർത്തനം 27:5-6 വാക്യങ്ങൾ. വാക്യം ഇതാണ്: ഓ എൻ്റെ കുഞ്ഞെ, ഓ എൻ്റെ മകനെ, ഓ എൻ്റെ മകളെ, ഓ എൻ്റെ പുരോഹിതദാസ, ഓ എൻ്റെ വന്യ സന്യാസിനി, ഓ എൻ്റെ ശുശ്രൂഷകനായ സുവിശേഷകനായ കുഞ്ഞെ, ക്ലേശകാലത്ത് തൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 27:5-6. ക്ലേശകാലത്ത്, കണ്ണീരിൻ്റെ കാലത്ത്, ഭാരങ്ങളുടെയും രോഗങ്ങളുടെയും കഷ്ടകാലത്ത് കർത്താവ് തൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്നെ മറയ്ക്കും. പിന്നീട് ഉയർന്ന ഒരു പാറയുടെ പുറത്ത് അവിടുന്ന് നിന്നെ കയറ്റി നിർത്തും. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം കുളിരുകോരിക്കുന്ന ഒരു സുന്ദര വാക്യമാണ്.
അന്ന് അന്ന് ഉയർന്ന പാറയുടെ പുറത്ത് നിൽക്കുമ്പം നിന്റെ ശിരസ്, നിന്റെ തല, ചെകിടിച്ചു പോയ തല, കൈ തലയ്ക്ക് വെച്ച് തലക്കിട്ടടിച്ച നിന്റെ തല, തകർന്നു പോയ തല, ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന നിന്റെ തല, വേദന മാത്രം അനുഭവിച്ച നിന്റെ തല അനേകം ശത്രുക്കളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായം 3-ാം വാക്യം. അന്ന് നിന്റെ ശത്രുക്കളെ നീ ചാരം പോലെയാക്കും. അന്നോ നിന്റെ ശത്രുക്കളെ നീ ചാരം പോലെയാക്കും. എൻ്റെ വിശുദ്ധ ജനപദമേ, കണ്ണുനീരിൻ്റെ കാലത്ത് തൻ്റെ കൂടാരശീലകൾ കൊണ്ട് അവിടുന്ന് നമ്മെ പൊതിയുകയാണെന്ന് നാം എത്ര പേർ ഓർക്കുന്നു? ആ ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് ബലപ്പെടുത്തി തഴുകി തലോടി കമ്പിളി കൊണ്ട് ചൂട് നൽകി അല്പകാലത്തിന് ശേഷം, ജസ്റ്റ് ആഫ്റ്റർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ചെറിയൊരിടവേളയ്ക്ക് ശേഷം അവിടുന്ന് നിന്നെ ഒരു ഉയർന്ന പാറയുടെ പുറത്ത് നിർത്തും. ആ സമയത്ത് നിർത്തുമ്പം, ആ ഉയർന്ന പാറയുടെ പുറത്ത് നിർത്തുമ്പം നിന്റെ തല, നിന്നെ ഒരു ജന്മം മുഴുവൻ ഓടിച്ച് വേട്ടയാടിയ, കമ്പ് കൊണ്ട് അടിക്കാൻ ഓടിച്ച, കല്ലുകൊണ്ട് എറിയാൻ ഓടിച്ച, കുന്തം കൊണ്ട് കുത്താൻ ഓടിച്ച വേട്ടപ്പട്ടിയെ പോലെ നിന്റെ ജീവന് വേണ്ടി, നിന്റെ പേരിന് വേണ്ടി നിന്നെ ഓടിച്ചു വീഴിച്ച് നിന്നെ ചവിട്ടിക്കൂട്ടാൻ വേണ്ടി ഒരു ജന്മം മുഴുവൻ പകയും വെറുപ്പുമായി നിന്ന വേട്ടപ്പട്ടികളുടെ നടുവിൽ, നിന്റെ ജീവിതം പന്താടിയവരുടെ നടുവിൽ, നിന്നെ ചവിട്ടി തുപ്പിയവരുടെ നടുവിൽ, നിന്നെ ഭ്രഷ്ടയെന്നും ആരും ഓർക്കാത്ത സിയോനെന്നും വിളിച്ചവരുടെ ഇടയിൽ ദൈവം നിന്നെ ഒരു ഉയർന്ന പാറയുടെ പുറത്ത് നിന്റെ സമർപ്പണ ജീവിതത്തെ, നിന്റെ എല്ലാവരും തള്ളിപ്പറഞ്ഞ കന്യാവ്രതത്തെ, നിന്റെ കന്യാത്വത്തെ, നിന്റെ കുടുംബ ജീവിതത്തെ, നിന്റെ പുരോഹിത വേലയെ കൊളുത്തി വെച്ച ദീപമായി ഉയർത്തി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം പറഞ്ഞത്, വലിയ ദുഃഖമുള്ളവരും ക്ഷീണിച്ച് അമ്പേ കൂനിപ്പോയവരും വിശന്ന് പൊരിഞ്ഞ് കണ്ണുമങ്ങിയവർക്കും ദൈവത്തെ സ്തുതിക്കാൻ ഒരു നിമിഷം വരും. ഇതൊന്നും വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. ഈ ഉറക്കമെളിവും കഷ്ടപ്പെടലും ത്യാഗമെടുക്കലും കുരിശു ചുമക്കലും ഈ എരുതിയിൽ ഉരുകലും ഒന്നും വെറുതെയല്ല, വെറുതെയല്ല, വെറുതെയല്ല. ഈ കിടക്കയിലെ നൊന്തുള്ള കിടപ്പ്, ഈ നാറുന്ന വ്രണങ്ങൾക്കിടയിലുള്ള നിന്റെ നശിച്ച ജീവിതം എന്ന് നീ കരുതുന്ന ഈ ഭാരപ്പെട്ട ജീവിതം വെറുതെയല്ല മകനെ. വലിയ ദുഃഖമുള്ളവർക്കും ക്ഷീണിച്ച് കൂനിപ്പോയവർക്കും ജീവിതത്തിൽ ഒരിക്കലും നിവർന്നു നിൽക്കാൻ കെൽപ്പില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത, ആത്മാഭിമാനം ചോർന്നുപോയ ജനലക്ഷങ്ങൾക്ക് ചങ്കുയർത്തിപ്പിടിക്കുവാൻ, ശിരസുയർത്തിപ്പിടിക്കുവാൻ. അതുകൊണ്ടാണ്, അതാണ് സങ്കീർത്തനൻ പറഞ്ഞത്, അവൻ്റെ സരിത്തിൽ നിന്നും അവൻ്റെ അരുവിയിൽ നിന്നും ഞാൻ കുടിക്കും, ഞാൻ ശിരസുയർത്തും. ഹാലേലൂയ. കരം വീശി ഹാലേലൂയ, രണ്ട് കരവും വീശി ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാട്ടെ. വേദന നമ്മുടെ എല്ലാം ഒരുമിച്ചുള്ള ഭാഗതയമാണ്. കരയാത്തവരാരാ? വിതുമ്പാത്തവരാരാ? ചങ്കിടിക്കാത്തവരാരാ? മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാരാ? പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെയും വിജനപ്രദേശത്തെ മൂങ്ങയെപ്പോലെയും 3.5 വർഷമെങ്കിലും ജീവിതത്തിൽ മങ്ങി ഒതുങ്ങി കരഞ്ഞ് തകർന്ന് എൻ്റെ ജീവിതം കരിന്തിരി കത്തി കെട്ടുപോകുമെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. എല്ലായിടത്തു നിന്നും കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ക്ലേശകാലത്ത് തൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് നിന്നെ വട്ടം ചുറ്റി കെട്ടിപ്പിടിക്കും. ആ സ്നേഹക്കമ്പളം കൊണ്ട് നിന്നെ മൂടും. എന്നിട്ട് അല്പകാലം കഴിഞ്ഞ് ഉയർന്ന ഒരു പാറയുടെ പുറത്ത് അവിടുന്ന് നിന്നെ കയറ്റി നിർത്തും. അന്ന് നിന്നെ വേട്ടയാടിയവരുടെ ശിരസങ്ങ് താഴെ താഴെ താഴെ, നീയോ മേലെ 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 നക്ഷത്രങ്ങളുടെ നടുവിൽ നിൽക്കും. ഇത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. ക്ലേശകാലത്ത് തൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് മറയ്ക്കും. സങ്കീർത്തനം 27:5-6. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഒരു ഉയർന്നതാം പാറമേൽ എന്നെ അവൻ ഉയർത്തി നിർത്തും. അല്പകാലം കഴിഞ്ഞ്, ഈ കണ്ണീരിന്റെ ചെറിയ കാലം കഴിഞ്ഞ്, ഈ രോഗത്തിന്റെ കൊച്ചുകാലം കഴിഞ്ഞ്, ഈ നിന്ദനത്തിന്റെ കുഞ്ഞിടവേള കഴിഞ്ഞ്, ഈ കടബാധിതയുടെ
കൊച്ചുകാലം കഴിഞ്ഞ് ചെറുസമയം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ നിന്നെ അവൻ കൊളുത്തി വയ്ക്കും. ദീപസ്തംഭം പോലെ, ജെറുസലേം വിളക്ക് പോലെ മകനെ നീ ഉയർന്ന് പ്രകാശിക്കുന്ന ഒരു ദിവസം വരും. അതുകൊണ്ടാണ് മിഖാ പറഞ്ഞത്, ഓ വീണാലും ഞാൻ എണീൽക്കും, വീണാലും ഞാൻ വീണു, ഞാൻ പോയി, ഞാൻ ഉടഞ്ഞു, ഞാൻ മങ്ങി, എനിക്ക് തെറ്റുപറ്റി, ഇതൊക്കെ സത്യമാ, പക്ഷെ നീ ഭയപ്പെടരുത്. മിഖാ 7:12 വീണാലും ഞാൻ എണീൽക്കും. ഇരുട്ടിലായിരുന്നാലും, ഇരുട്ടിൽ ഞാൻ വീണുപോയ ദിവസങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പാഴ്മരുഭൂമികൾ, പഴയകാല ശീലങ്ങൾ, കെട്ടുകൾ, കുടുക്കുകൾ, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ, ഇന്നെനിക്ക് ലജ്ജാവഹമായി തോന്നുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും വീണാലും ഞാൻ എണീൽക്കും. ഇരുട്ടിലായിരുന്നാലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു ദീപം കൊളുത്തിയിട്ടുണ്ട്, ഒരു ദീപം കൊളുത്തിയിട്ടുണ്ട്. എൻ്റെ വേദന കണ്ട് ദൈവം നീതി നടത്തി തരും വരെ, എൻ്റെ കണ്ണുനീര് കണ്ട് സ്വർഗം ഇറങ്ങി വരും വരെ ഞാൻ ഈ യാതന സഹിക്കും, ഞാൻ ഈ ഭാരം ചുമക്കും, ഞാൻ മങ്ങിപ്പോകില്ല. ദൈവം കൊളുത്തി വെക്കുന്ന ഈ ദീപം നമ്മുടെ ചങ്കിൽ തന്നെയാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വേറിട്ടൊരു ദീപമല്ല, നമ്മെ തന്നെ അവിടുന്ന് ദീപമാക്കും. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പുതിയൊരു ടോർച്ച് തെളിക്കുകയല്ല, നമുക്ക് വേണ്ടി പുതിയൊരു ബന്ധം കത്തിക്കുകയല്ല, നമ്മെ തന്നെ അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ ജ്വലിപ്പിച്ച് ദീപമാക്കി മാറ്റും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിക്കാം. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഒരു ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. രണ്ടു കരവും നെഞ്ചിൽ വെച്ചിട്ട് ഉറപ്പ് പറയാം, ഇത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ. അവൻ സത്യമാകിയാൽ ഇതെല്ലാം സംഭവിക്കും. കാരണം അവൻ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും നിത്യനുമായ സത്യേക കുഞ്ഞാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് ഒരുമിച്ച് നമുക്ക് പാടാം. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മധുബക സാക്ഷിയായി, ഈ ബലിക്കല്ല് സാക്ഷിയായി ഞാൻ ഉറപ്പു തരുന്നു. അന്ന് ഈ ബലിക്കല്ലിനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, കല്ലെറിയാൻ അന്നും ആൾക്കാർ താഴെ കാണും. അവർ കല്ലെറിയും, പക്ഷെ കൊള്ളുകില്ല. അവരമ്പറിയും, വന്ന് ചേരുകില്ല. നിന്നം കൊണ്ട് നിന്നെ തകർക്കാൻ നോക്കും, പക്ഷെ നിന്നെ അത് തീണ്ടുകില്ല. നീ അങ്ങ് ഉയർന്ന ഒരു പാറയുടെ, സമർപ്പണത്തിൻ്റെ പുണ്യപാറയുടെ പുറത്ത് നിൽക്കും. കാരണം ആ പാറ, ഉയർന്ന പാറ, ബലമുള്ള പാറ കർത്താവിൻ്റെ കരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കാത്തുവെച്ചതും നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നതും വെറുതെ ജീവനില്ലാത്ത ശിലയല്ല, ജീവനുള്ള ശിലയായ മിശിഹായുടെ കൈയാണ് നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത്. നീ തകരുകയില്ല. ഹല്ലേലൂയ. ഒരുമിച്ച് കരങ്ങളടിച്ച് ശക്തമായി പാടാം. ക്ലേശകാലത്ത് ശക്തമായി പാടാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ. ആമേൻ, ആമേൻ. എല്ലാവരും കരങ്ങളടിക്കട്ടെ. കരനാദത്താൽ, ശബ്ദഘോഷത്താൽ സ്വർഗത്തിന്റെ മാലാഖമാര് നിരയായി ഏറ്റവും അടുക്കും ചിട്ടയോടും കൂടി സ്വർഗത്തിന്റെ മുഴുവൻ ദൂതരും ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങി വരട്ടെ. സകല കെരൂബുകളും ഈ ആരാധനയിൽ പങ്കെടുക്കട്ടെ. അവിടുത്തെ കരുണയാൽ, ത്രിയേക ദൈവത്തിന്റെ കൽപ്പനയാൽ സ്വർഗത്തിന്റെ സകല വൃന്ദങ്ങളും പാപികളായ നമ്മളോടൊപ്പം ആരാധിക്കാൻ ഇവിടെ വന്ന് ചേരട്ടെ. കരങ്ങളടിക്കാം, എല്ലാവരും ചേരട്ടെ. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എൻ്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ
അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഒരുമിച്ച് പാടാം. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. എല്ലാവരും പാടാവോ? അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കരങ്ങളടിക്കാം. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ വന്നു ചേരുകില്ല. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ വന്നു ചേരുകില്ല. ഉയർന്നതാണ് പാറ, ബലമുള്ളത പാറ, കർത്താവിന്റെ കരമാണ് പാറ. പാടാം. ഉയർന്നതാണ് പാറ, ബലമുള്ളത പാറ, കർത്താവിന്റെ കരമാണ് പാറ. ഓ കല്ലെറിഞ്ഞാൽ അപ്പോൾ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ വന്നു ചേരുകില്ല. കല്ലെറിഞ്ഞാൽ അപ്പോൾ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ വന്നു ചേരുകില്ല. ഉയർന്നതാണ് പാറ, ബലമുള്ളത പാറ, കർത്താവിന്റെ കരമാണ് പാറ. ഉയർന്നതാണ് പാറ, ബലമുള്ളത പാറ, കർത്താവിന്റെ കരമാണ് പാറ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അവകാശം പറഞ്ഞു പാടാം. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കരങ്ങളടിക്കാം. ഞങ്ങളുടെ നാളുകളിൽ നിന്റെ പ്രവൃത്തി ആവർത്തിക്കണമേ. ഞങ്ങളുടെ നാളുകളിൽ നിന്റെ പ്രവൃത്തി ആവർത്തിക്കണമേ. ഹബക്കൂക്ക് 3:1. കർത്താവേ, ഞങ്ങളുടെ നാളുകളിൽ നിന്റെ പ്രവൃത്തി ആവർത്തിക്കണമേ. ആമേൻ. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. നിന്ദനങ്ങൾ അപ്പോൾ യേശുവില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്ദനങ്ങൾ അപ്പോൾ യേശുവില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. ഉയർന്നതാണ് പാറ, ബലമുള്ളത പാറ, കർത്താവിന്റെ കരമാണ് പാറ. ഉയർന്നതാണ് പാറ, ഉയർന്നതാണ് പാറ, ബലമുള്ളത പാറ, കർത്താവിന്റെ കരമാണ് പാറ. ഒരിക്കൽ കൂടി ഉയർന്നതാണ് പാറ, ബലമുള്ളത പാറ, കർത്താവിന്റെ കരമാണ്. കരങ്ങൾ ഉയർത്തിയടിക്കാം. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി. അവകാശം പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയടിക്കാം. ഓ അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി. ഈ സങ്കടത്തിന് ശേഷം അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി. നമ്മളെ അവൻ കയറ്റി നിർത്തും സഹോദര. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ. കരങ്ങൾ ശക്തമായി അടിച്ച് ആരാധിക്കാം. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി. സങ്കടത്തിന്റെ അല്പകാലത്തിന് ശേഷം അല്പകാലം കഴിഞ്ഞ്
ഉയർന്നത പാറമേൽ നമ്മെ അവൻ കയറ്റി. ഒരിക്കൽ കൂടി കരങ്ങളെല്ലാവരും ഉയർത്തിയടിച്ച് അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഓ അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ആമേൻ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഓ അല്പകാലം കഴിഞ്ഞ് ഉയർന്നത പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ നന്ദി, ആരാധന. ഹല്ലേലൂയ. ദീനാളങ്ങൾ പോലെ ദീനാളങ്ങളുള്ള മിഴികളുള്ളവനെ, രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചവനെ, ഓ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചവൻ, രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചവൻ നിന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്നു. നിനക്കൊരു ഉമ്മ നൽകാൻ വരുന്നു. എമ്മാനുവേൽ നിനക്ക് നെറുകയിൽ നീതി സൂര്യന്റെ ചുംബനം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നാൽ വെളിപാട് 5:12 പറയുന്നു, എന്തെന്നാൽ കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും മഹത്വവും സ്തുതിയും ബഹുമാനവും നേടുവാൻ അർഹനാകുന്നു. കൊല്ലപ്പെട്ട കുഞ്ഞാട്, ചത്ത് മലച്ച് വീണ് മരിച്ച് മരവിച്ചൊരിക്കൽ കിടക്കേണ്ടി വന്ന ഈ സഹനത്തിന്റെ പുണ്യകുഞ്ഞാട്, ചോര ചിന്തി അവന്റെ ചോര കൊണ്ട് പനിനീര് തെളിച്ച ഈ കുഞ്ഞാട് ഒരിക്കൽ കൊല്ലപ്പെട്ടു എന്ന കാരണത്താൽ ശക്തിയും ധാനവും ആധിപത്യവും ജ്ഞാനവും മഹത്വവും ബഹുമാനവും സ്തുതിയും നേടാൻ സ്വീകരിക്കാൻ അർഹനാകുന്നു. ഹല്ലേലൂയ. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട രാജകീയ പുരോഹിതരെ, അവൻ്റെ കൊല്ലപ്പെടൽ കർമ്മത്തിൽ, ബലിയിടൽ കർമ്മത്തിൽ, ചോരയൊഴുക്കൽ കർമ്മത്തിൽ, വിശുദ്ധ സ്ഥലത്ത് വെച്ചുള്ള അറക്കപ്പെടൽ കർമ്മത്തിൽ, ജീവിതത്തിൽ സഹനത്തിലൂടെയും രോഗത്തിലൂടെയും നിന്ദനത്തിലൂടെയും പങ്കുപറ്റാൻ കഴിയുന്ന ഒരവകാശം കൂടി നാം നേടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരീ കുഞ്ഞാടിനൊപ്പം ഒരിക്കലെങ്കിലും കൊല്ലപ്പെട്ടോ, അറുക്കപ്പെട്ടോ, തഴയപ്പെട്ടോ, ഭ്രഷ്ടനാക്കപ്പെട്ടോ, പുറത്താക്കപ്പെട്ടോ, ചവിട്ടപ്പെട്ടോ, ചവിട്ടിക്കലക്കപ്പെട്ടോ, അവർക്ക് ദൈവം അവനോടൊപ്പം ശക്തിയും ധനവും ആധിപത്യവും ജ്ഞാനവും മഹത്വവും ബഹുമതിയും സ്തുതിയും തിരിച്ചു നൽകി മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വ്യക്തിയിലൂടെ അല്ലാതെ, വസ്തുവിലൂടെ അല്ലാതെ നേരിട്ടൊരു സൗഖ്യത്തിൻ്റെ വിടുതൽ ഈ ശുശ്രൂഷയിൽ നാം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഒരിക്കലൊരു സഹോദരി എന്നെ തേടി വന്നിട്ട് പറഞ്ഞു, അവളുടെ സ്വർണ്ണമാല കാണാനില്ലത്രയും, സ്വർണ്ണമാല കാണാനില്ലത്രയും. അവൾ ഓടി പിടിപെടുത്ത് വിയർത്ത് കുളിച്ച് ഓടി വന്നിട്ട് ഒരു കണിയാനെ പോലെ എന്നെ കണ്ടിട്ട് ചോദിക്കുക, അച്ഛാ എൻ്റെ സ്വർണ്ണമാല കാണാനില്ല. ഞാൻ എന്തെടുത്ത് കർത്താ, അവളുടെ നിപ്പം പരുവം കണ്ടെത്തോന്ന് ഞാനാ മോഷ്ടിച്ചെന്ന് അവൾ എന്നെ തന്നെ ഉറ്റി നോക്കി നിൽക്കുക. എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ നീ പോയി നോക്ക് അലമാരിക്കകത്ത്. എൻ്റെ അച്ഛാ ഞാൻ മുഴുവൻ നോക്കി അച്ഛാ. നീ മുഴുവൻ നോക്കിയെങ്കിൽ നീ ഡ്രോയറിനകത്ത്. അച്ഛാ അങ്ങനെ പറയല്ല അച്ഛാ. ഡ്രോയർ മറിച്ചും തിരിച്ചു വിട്ട് നോക്കി. ഞാൻ ആകാശത്തെ നക്ഷത്രങ്ങളെയും ഭൂമിയിലെ പൊടിയും എണ്ണിപ്പോയി. ഇവൾ എന്ത് ചെയ്താൽ എൻ്റെ മുമ്പിൽ നിന്ന് പോകില്ല. ഇവിടെ നിപ്പം പരുവം കണ്ടെത്തോന്ന് ഞാൻ ആ മാല മോഷ്ടിച്ചെന്ന് അവൾ എന്നെ നിന്ന് കണ്ണുമെടുക്കുന്നില്ല. ഞാൻ എന്നാ പറയും, പൊന്നുമോളെ നീ എവിടാ വെച്ചത്? അച്ഛാ ഞാൻ ഡ്രോയറിനകത്ത് അടച്ച് പൂട്ടി. ഡ്രോയറിനകത്ത് ഒരു പ്രത്യേക ചെപ്പുണ്ട്, അതിന് ഒരു താക്കോലുണ്ട് അച്ഛാ. ഇതൊന്നും ഞാൻ ആർക്കും കൈമാറത്തില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, പ്രൈസ് ദി ലോർഡ്. മോളെ നീ ഒന്നുകൂടെ. എൻ്റെ അച്ഛാ അങ്ങനെ പറയില്ല അച്ഛാ. അലമാരി മുഴുവൻ നോക്കി. ചേട്ടാ ഇപ്പം ഞാനാണ് എടുത്തത്, എവിടെ നോട്ടം കണ്ടെത്തുന്നത് ഞാൻ അടുത്തെന്ന്. ഞാൻ പറഞ്ഞു, മോളെ നീ ഒന്നുകൂടെ പോ, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അവളിവിടെ ചെന്നിട്ട്, ഹലോ അച്ഛോ, അലറിയൊരു വിളിയാ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടി? എൻ്റെ അച്ഛാ ഞാൻ വെച്ചെടുത്ത് തന്നെ ആ ഡ്രോയറിനകത്ത് ആ ചെപ്പിനകത്ത് ആ മാല ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, നമ്മൾ ഇതിനെയൊക്കെ സാധാരണ ജീവിതത്തിലെ അനുഭവങ്ങളായി കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഈ വിശുദ്ധ രാത്രിയെ സാക്ഷിയാക്കി പറയുന്നു, എമ്മാനുവേൽ ദൈവം വ്യക്തിയിലൂടെ അല്ലാതെ, വസ്തുവിലൂടെ അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നാം അതിനെയൊക്കെ ഭാഗ്യമായും ഒരച്ഛൻ്റെ വെറും പ്രാർത്ഥനയായും ഒരു ശുശ്രൂഷകൻ്റെ രണ്ട് കൈവപ്പായും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തീർച്ചയായും സഭയിലൂടെ കൂദാശയിലൂടെ അവൻ പ്രവർത്തിക്കുമ്പോൾ
അവൻ്റെ സ്വന്തം ചങ്കായ സഭയിലൂടെ പ്രവർത്തിക്കുമ്പോഴും നാം അറിഞ്ഞിരിക്കണം, അവൻ നേരിട്ടാണ് തൻ്റെ സഭയിലൂടെ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി അവകാശം പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. അതുകൊണ്ട് ഈ വിശുദ്ധ രാത്രിയിലെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പം അത്തിമരത്തിൽ നിന്നൊരു പാഠം പഠിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ വിശുദ്ധ സഹോദരങ്ങളെ, അത്തിമരത്തിൽ നിന്നൊരു പാഠം പഠിക്കണം. എന്താണ് അത്തിമരത്തിൻ്റെ പാഠം? അവൻ നടന്നു പോകും വഴിക്ക് കരുതലോടെയും കൊതിയോടും കൂടി തളിർത്തു നിൽക്കുന്ന ചില്ലകളുള്ള മഹാ അത്തിമരത്തിലേക്ക് നോക്കിയിട്ട് ശമയോനോട് പറഞ്ഞു, കേപ്പ, ആ അത്തിമരത്തിലെങ്കിലും നമുക്ക് വിശപ്പടക്കാൻ അത്തിക്കായ്കൾ കാണും. ശമയോനും യോഹന്നാനും ഒക്കെ ചാടിക്കയറി നോക്കി, പക്ഷേ അതിൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. എന്നിട്ട് സുവിശേഷകൻ എഴുതി വെച്ചു, അത് അത്തിപ്പഴങ്ങളുടെ കാലമേ അല്ലായിരുന്നു. അത് അത്തിപ്പഴങ്ങളുടെ കാലമേ അല്ലായിരുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. എന്നിട്ടും കഷ്ടം, എന്നിട്ടും കർത്താവ് വേദന കൊണ്ടോ ഭാരം കൊണ്ടോ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടോ, അത്തിമരമേ നീ ഉണങ്ങിപ്പോകട്ടെ, ഇനി ഒരിക്കലും നീ പഴങ്ങൾ ചൂടില്ല എന്ന് പറഞ്ഞ് ശപിച്ചിട്ട് പോയി. തിരികെ വന്നപ്പം ശിഷ്യന്മാർ കണ്ടു, അവൻ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധ സഹോദരങ്ങളെ, രാജകീയ പുരോഹിത സമൂഹമേ, അവൻ്റെ രക്തത്താൽ സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ട കുഞ്ഞാടിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, കർത്താവ് എത്ര മണ്ടനാണോ മടയനാണോ വിവരവും ബുദ്ധിയുമില്ലാത്തവനാണോ? ഒന്ന് രണ്ട് അത്തിക്കാതെ നിന്നില്ലെന്ന കാരണത്താൽ കാലമല്ലാത്ത കാലത്ത് ഈ അത്തിമരത്തെ ശപിച്ചത് എന്തിനാണ്? അതൊരു കാര്യമാണ്, അതൊരു ജ്ഞാനമാണ് പ്രിയപ്പെട്ടവരെ. കാലമല്ലാത്ത കാലത്ത് കരയാൻ മാത്രം കാര്യമുള്ളപ്പം, ഉരുകാൻ മാത്രം കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പം, വാതിലടഞ്ഞു തന്നെ കിടക്കുമ്പം, കാലമല്ലാത്ത കാലത്തും കണ്ണീരിൻ്റെ സമയത്തും കർത്താവ് വന്ന് കുനിഞ്ഞ് താന്ന് നിന്റെ ജീവിത ശിഖരങ്ങളിലേക്ക് നോക്കും. എൻ്റെ മകൻ്റെ അധര ശിഖരങ്ങളിൽ, എൻ്റെ കുഞ്ഞിൻ്റെ അധര ശിഖരങ്ങളിൽ, അധരപുടങ്ങളിൽ, ജീവിത ശിഖരങ്ങളിൽ ഈ കാലമല്ലാത്ത കാലത്ത്, ഈ കണ്ണുനീരിൻ്റെ സമയത്ത് സ്തുതിയുടെ, ആരാധനയുടെ ഒരത്തിപ്പഴം നീ സൂക്ഷിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. വലത് കരം ഉയർത്തി ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വിശുദ്ധ സഹോദരങ്ങളെ, ബലിജീവിതം കൊണ്ട് നനയപ്പെട്ട, ബലിജീവിതം കൊണ്ട് പുഷ്ടിപ്പെട്ട വിശുദ്ധ സഹോദരങ്ങളെ, ഓരോ ബലിയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിനൊരു സ്വർഗമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വാനമുണ്ട്, എൻ്റെ ജീവിതത്തിനൊരു ആകാശമുണ്ട്. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകാശം? എൻ്റെ ജീവിതത്തിൻ്റെ സ്വർഗം എൻ്റെ നന്മകൾ, എൻ്റെ ഭാഗ്യങ്ങൾ, എൻ്റെ വിജയങ്ങൾ എല്ലാം, എനിക്ക് കിട്ടിയ നന്മകളെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ആകാശമാണ്. തൊട്ടതെല്ലാം പൊന്നായി ആകാശമാണ്, തൊട്ടതൊക്കെ വിജയമായി ആകാശമാണ്, സ്വർഗമാണ്. ഇത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിനൊരു ഭൂമിയുണ്ട്. ചെളിയും ചലവും കല്ലും മുള്ളും വേദനയും ഭാരവും നിറഞ്ഞ ഒരു ഭൂമിയുണ്ട്, ഒരു മണ്ണുണ്ട്, ഒരു ജീവിതത്തിൻ്റെ തകർച്ചയുണ്ട്. അവിടെയും കർത്താവേ, നിൻ്റെ മഹത്വത്താൽ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ച നിറയുന്നു എന്ന് പറയുന്ന കത്തോലിക്കന്, വിശുദ്ധ ജനപദത്തിന്, രാജകീയ പുരോഹിതന് കാലമല്ലാത്ത കാലത്ത് സ്തുതിക്കാൻ കഴിയണം. നമുക്ക് എണീറ്റ് നിൽക്കാം. വിശുദ്ധ രാജകീയ പുരോഹിതരെ, കാലമല്ലാത്ത കാലത്ത്, കണ്ണുനീരിൻ്റെ നേരത്ത്, കൈ പോലും പൊങ്ങാത്തപ്പം, ആധരം ചലിപ്പിക്കാൻ പോലും കഴിയാത്തപ്പോഴും, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുക്കി അലക്കിയെടുത്ത വസ്ത്രത്തിൻ്റെ വെണ്മ അനുഭവിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽ നിന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ ദിവ്യ കുഞ്ഞാടിനെ ആരാധിക്കാനുള്ള ആരാധന സമൂഹമാണ് നമ്മൾ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പിടിക്കാം. ഈ രാത്രി സ്വർഗം നിങ്ങളോട് ചോദിക്കുന്നു, ആരാണ് ധനം? ഈ രാത്രി സ്വർഗം എന്നോട് ചോദിക്കുന്നു, ആരാ നിന്റെ ധനം? ആരാണ് നിന്റെ ധനം? ദൈവമാണ് നിന്റെ ധനം, സ്വർഗമാണ് നിന്റെ ധനം, ത്രിയേക ദൈവമാണ് എൻ്റെ ധനം എന്ന് പറയുന്നവൻ ആരാധിക്കും.
മനുഷ്യനാണ്, ജോലിയാണ്, ഭാര്യയാണ്, ബന്ധമാണ്, പേരാണ്, പ്രശസ്തിയാണ് എൻ്റെ ധനമെന്ന് പറയുന്നവൻ അധപ്പതിക്കും. കരങ്ങൾ നെഞ്ചിൽ വെക്കാം. ആരാധനമെന്നറിയുമ്പോൾ ആരാധിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആരാധിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആനന്ദിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആനന്ദിക്കട്ടെ. ഈ ചോദ്യമാണ് ദ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ. ഒരു ജീവിതത്തിൻ്റെ ആത്മസത്തയുടെ ചോദ്യം ഇതാ: ആരാ നിന്റെ ധനം? സഹോദര, ഈ രാത്രി ഇതിനുത്തരം പറയാതെ നീ കിടക്കരുത്. ആരാണ് നിന്റെ ധനം? ആരാണ് നിന്റെ ധനം? കെട്ടിപ്പൂട്ടി വെച്ചതാണോ? പവിഴപ്പൊന്നാണയങ്ങളാണോ? നിന്റെ ബാങ്ക് ബാലൻസ് ആണോ? നിന്റെ സ്വന്തം ബന്ധങ്ങളുടെ സമൃദ്ധിയാണോ? നിന്റെ രാഷ്ട്രീയ സ്വാധീനമാണോ? എല്ലാം വിരലുകൊണ്ട് അമ്മാനമാടുന്ന നിന്റെ ആത്മബലമാണോ? അല്ല, നിന്റെ ധനം ദൈവമാണെന്ന് പറയുമ്പോൾ നീ ആരാധിക്കുന്നു. ആരാധനമെന്നറിയുമ്പോൾ ആരാധിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആനന്ദിക്കട്ടെ. പാടാം. ആരാധനമെന്നറിയുമ്പോൾ ആരാധിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആരാധിക്കട്ടെ. ആരാധനമെന്നറിയുമ്പോൾ ആരാധിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആനന്ദിക്കട്ടെ. സർവ രാജകീയ പുരോഹിതരും അവിടുത്തെ സ്വർഗം നൽകുന്ന രാജകീയ പട്ടുവസ്ത്രം അണിഞ്ഞ് പുരോഹിതരുടെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷ പുരോഹിതരോടും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് ഈ ശുശ്രൂഷയെ അതിൻ്റെ അത്യുന്നത സ്വർഗത്തിലെത്തിക്കട്ടെ. നിങ്ങൾ പുരോഹിതരും രാജകീയ ജനവുമാണ്. നിങ്ങൾ രാജകീയ പുരോഹിതരും ദൈവത്തിൻ്റെ ജനവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ആരാധനമെന്നറിയുമ്പോൾ ആരാധിക്കട്ടെ. പാടാം. ആരാധനമെന്നറിയുമ്പോൾ ആരാധിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആനന്ദിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആനന്ദിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആനന്ദിക്കട്ടെ, ആരാധനമെന്നറിയുമ്പോൾ ആനന്ദിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ എൻ്റെ ധനം നീയാണെന്ന് പറഞ്ഞ് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ നന്ദി. ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സ് കുനിച്ച് പിടിക്കാം. കർത്താവേ, അങ്ങയുടെ സജീവ സാക്ഷ്യത്തിൻ്റെ പ്രവൃത്തികൾ കേട്ടതിന് ശേഷം ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുമ്പം കിടക്ക വിട്ട് തുള്ളിച്ചാടുവാൻ, പൈക്കിടാവിനെ പോലെ ആനന്ദിക്കുവാൻ ഉള്ള കൃപ തരണമേ. പശുക്കുട്ടി തുള്ളിച്ചാടി ഇറങ്ങുന്നത് പോലെ ഈ രാത്രി ആരാധനയ്ക്ക് ശേഷം ദിവ്യ കുഞ്ഞാടിനോടൊപ്പം അനേകം പേര് സാക്ഷികളായി ഈ രാത്രിയിൽ തന്നെ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ത്രിയേക ദൈവമേ, നിന്റെ പൂർണ്ണ സാന്നിധ്യത്തിന് നന്ദി. മാലാഖമാരെ, സ്വർഗീഗണങ്ങളെ, രക്തസാക്ഷികളെ, ഇന്ത്യയിൽ നിന്നുള്ള വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധരെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ സഹായിച്ചതിന് നന്ദി. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധരെ കാവൽ നിന്നതിന് നന്ദി. ഞങ്ങൾക്കിന്ന് രാത്രിയിൽ ഹൃദയം വെച്ച് ആരാധിക്കുവാൻ, രക്തത്തിൽ മുക്കിയ മേലങ്കിയുള്ളവനെ ആരാധിക്കാൻ, തീനാളങ്ങൾ പോലെയുള്ള മിഴികളുള്ളവനെ ആരാധിക്കാൻ, ആലേഖനം ചെയ്യപ്പെട്ട രഹസ്യനാമമുള്ളവനെ, അവൻ്റെ രഹസ്യനാമത്തിന് ഇണങ്ങും വിധം ആരും ഇതുവരെ വിളിച്ചപേക്ഷിക്കാത്ത ആ രഹസ്യനാമത്തെ പ്രതി ആരാധിക്കുവാൻ ഇന്ന് കോട്ടകളും പൂട്ടുകളും കെട്ടുകളും താഴുകളും ഭേദിച്ച് ആരാധിക്കുവാനായി ഈ ജനത്തെ വിടുവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.